നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാൾ. ഇത്തവണ നോമ്പ് 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. വ്രതത്തിലൂടെ നേടിയ പവിത്രതയും ചൈതന്യവും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാം എന്ന പ്രതിജ്ഞയോടെയാണ് ഓരോ വിശ്വാസിയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഷവ്വാൽ മാസപ്പിറ കണ്ടതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ ഉയർന്നു. പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് ഫിത്തർ സക്കാത്ത് വിതരണവും പൂർത്തിയാക്കി. കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ 29 ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത്. ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിടുന്നു. ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. 50ഓളം ആശമാർ ഇന്ന് സമരപന്തലിന് മുൻപിൽ മുടി മുറിച്ച് പ്രതിഷേധിക്കും. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം വർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനമിടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഉത്സവം കണ്ടു മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. വർക്കലയിൽ നിന്നും കവലയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാഹനമാണ് അപകടമുണ്ടാക്കിയത്. വാഹനങ്ങളിൽ ഇടിക്കുകയും ജനക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറുകയുമായിരുന്നു. വാഹന ഡ്രൈവർ അപകടം നടന്ന ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മ്യാൻമർ ബാങ്കോക്ക് ഭൂചലനത്തിൽ മരണം 1700ആയി. 3000-ലധികം പേർക്ക് പരിക്കേറ്റതായി വിവരം. ദുരിതമേഖലയിൽ 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാദൌത്യത്തിനിടെ തുടർചലനങ്ങളുണ്ടായതായും റിപ്പോർട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള മാൻഡലി നഗരത്തിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന മെഡിക്കൽ വസ്തുക്കൾ എത്തിച്ചു. ലോകരാജ്യങ്ങളുടെ സഹായവും മ്യാൻമറിലേക്ക് എത്തുന്നുണ്ട്. ഒമാനിൽ നിന്നും സൌദിയിലേക്ക് ഉംറ തീർത്ഥാടനത്തിന് പോയ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട കുട്ടികളടക്കം 3 പേർ മരിച്ചു. RSC ഒമാൻ നാഷണൽ സെക്രട്ടറി ഷിഹാബ് കാപ്പാടിന്റെ ഭാര്യ ഷഹല, മകൾ ആലിയ, മിസ്ഹബ് കുത്തുപറമ്പിന്റെ മകൻ ദക്വാൻ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ സൌദിയിലെ ബത്തയിലാണ് അപകടമുണ്ടായത്. കുട്ടികൾ അപകട സ്ഥലത്തും സഹല ആശുപത്രിയിലുമാണ് മരിച്ചത്. മിസ്ഹബിന്റെ ഭാര്യ ഹഫീനയും മറ്റും മക്കളും ചികിത്സയിലാണ്. മിസബും ഷിഹാബും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മംഗലാപുരത്ത് മുത്തൂറ്റ് ശാഖയിൽ മോഷണശ്രമം നടത്തിയ 2 മലയാളികൾ അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് സ്വദേശികളായ മുരളി, ഹർഷദ് എന്നീ 2 പേരാണ് അറസ്റ്റിലായത്. മംഗലാപുരത്തെ ഡെർലക്കട്ടയിലെ മുത്തൂറ്റ് ശാഖയിലാണ് പുലർച്ചെ 3 മണിയോടെ മോഷണശ്രമമുണ്ടായത്. കാസർകോട് സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മുത്തൂറ്റ് ശാഖയുടെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് ഇവർ അകത്ത് കടക്കാൻ ശ്രമിച്ചത്. സെക്യൂരിറ്റി അലാം അടിച്ചതോടെ മുത്തൂറ്റിന്റെ കൺട്രോൾ റൂമിൽ വിവരം കിട്ടി. അവർ പോലീസിനെ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉടൻ സ്ഥലത്തെത്തി. കെട്ടിടത്തിനകത്ത് മുരളിയും ഹർഷദും കുടുങ്ങി. ലത്തീഫ് പോലീസ് വരുന്ന ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു.
സംസ്ഥാനത്തെ വാഹന നികുതിയും ഭൂനികുതിയും കോടതി ഫീസും അടക്കമുള്ളവ നാളെ മുതൽ വർദ്ധിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനകളാണ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ നാളെ മുതൽ പ്രാബല്യത്തിൽ വരിക. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ 3% വർധന ഏപ്രിൽ മുതൽ ഉണ്ടാകും. ചത്ത ആടുകളെ വനത്തിൽ തള്ളാൻ ശ്രമിച്ച രാജസ്ഥാൻ സ്വദേശികൾ പിടിയിൽ. ബേഗൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ TR സന്തോഷ് കുമാറാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ 11ഓടെയാണ് സംഭവം. കാട്ടിക്കുളം ബേഗൂർ ഇരുമ്പുപാലത്തിന് സമീപത്തുള്ള ചേമ്പും കൊല്ലി വനത്തിൽ ആടുകളുടെ ജഡം തള്ളാനാണ് ശ്രമിച്ചത്. പുറകെ വാഹനത്തിൽ വന്നവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തുമ്പോഴേക്കും വാഹനവുമായി കടന്നവരെ തോൽപ്പെട്ടി വനം വകുപ്പ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.